Okay, welcome. Today we are going to discuss about a new chapter and a new topic. So, I am your English faculty, Akshaya Ajish. Welcome. ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഫോക്കസ് ഏരിയയെക്കുറിച്ചിട്ടാണ്. NIS+2 ഇംഗ്ലീഷിൻ്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്ററുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മിസ്സ് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്തു നോക്കിയ സമയത്ത് അത് നോക്കുന്ന സമയത്ത് ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവറായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിലും എന്താ പറയുന്നത് കമ്പൽസറി ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, ഒരു ലെറ്റർ എഴുതാൻ. അപ്പം നിങ്ങൾക്ക് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ഒരു ലെറ്റർ നമുക്ക് എന്താണ് ഉറപ്പിക്കാം. അതെങ്ങനത്തെ ലെറ്ററാണ് പറഞ്ഞിട്ടുള്ളത്? ഫോർമൽ ലെറ്ററാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർമൽ ലെറ്ററാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം തികച്ചും ഔപചാരികമായിട്ടുള്ള തികച്ചും ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഔപചാരികമായിട്ടുള്ള തികച്ചും ഫോർമലായിട്ടുള്ള ലെറ്ററാണ് എന്ത്, ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ കൊളീഗ്സിനോ നമ്മുടെ റിലേറ്റീവ്സിനോ അയക്കുന്ന ലെറ്റർ അല്ല, തികച്ചും ഔപചാരികമായി നമ്മുടെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓഫീസ് യൂസുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാൻ പറയുന്നത്, അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാൻ പറയുന്നതാണ് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എന്ത്, ഒരു ലെറ്റർ എഴുതണം എന്നുള്ളത്. അപ്പോൾ ലെറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ശരിയായാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും ഇതിൽ. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ, ഒരു ഫോർമൽ ലെറ്ററിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നതാണ് ഇന്ന് മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഷുവറായിട്ട് ഉറപ്പിച്ചോളൂ, ഒരു ലെറ്റർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലെറ്റർ നമ്മൾ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് ഒരു ഫോർമൽ ലെറ്റർ എഴുതേണ്ടത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു ലാഗ് ചെയ്തിട്ട് നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് പറയരുത്. ലാഗ് ചെയ്തിട്ട് പറയാൻ പാടില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഒരിക്കലും ലാഗ് ചെയ്ത് നമ്മുടെ വിഷയങ്ങളെ കുറിച്ചിട്ട്, ഇപ്പോൾ ഞാനൊരു ലീവ് ലെറ്റർ എഴുതാൻ പോവാണെന്ന് വിചാരിക്കാം. എനിക്കൊരു ലീവ് ലെറ്റർ എഴുതണം. അപ്പോൾ ലീവ് ലെറ്റർ എഴുതുമ്പോൾ എനിക്ക് പനിയായത് കാരണം ഞാൻ ലീവാണ്, പനി എന്ത് കാരണം കൊണ്ട് വന്നു എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ അയക്കുകയാണ്, ഒരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? ഞാൻ ഇന്നലെ ഇങ്ങനെ പുറത്ത് പോയിരുന്നു, അപ്പോൾ മഴ കൊണ്ടപ്പോൾ എനിക്ക് പനി വന്നു, അതുകൊണ്ട് ഞാനിന്ന് സ്കൂളിൽ പോയില്ല എന്ന് നമ്മൾ എഴുതും അല്ലേ. പക്ഷെ ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ അതെങ്ങനെ എഴുതണം? എനിക്ക് പനിയായത് കാരണം ഞാൻ ലീവാണ്, അത് മാത്രം മതി. അല്ലാതെ അതിൽ ഞാൻ മഴ കൊണ്ടതുകൊണ്ടാണ് എനിക്ക് പനിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് സുഖമില്ലാതായത്, നോ നീഡ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡയറക്റ്റായിട്ട് കാര്യം, ഒരു ലാഗും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കാര്യം പറയണം. ഓക്കെ, പിന്നെ ആവർത്തന വിരസത ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ വിഷയത്തെ വീണ്ടും 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 പറയരുത്. എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ലാഗ് വരരുത് നമ്മുടെ ലെറ്ററിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്ററിന് ഒരു 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 എന്താ പറയുന്നത്, ഒരു ഫോം ഉണ്ട്, ഒരു ഫോമാറ്റ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പം നിങ്ങളുടെ പേജിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര വരച്ചിട്ട് വേണം, ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലെറ്റർ എഴുതാൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് എന്ത് എഴുതണം? ഫ്രം. ആരാണ് അയക്കണത് എന്ന് വെച്ചാൽ അവരുടെ പേര്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണമെന്നില്ല, ആരുടെ പേര് വേണമെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഫ്രം എഴുതണം. ഏത് വശത്താണ് എഴുതേണ്ടത്? ഈ വശം ചേർന്നാണ് നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എഴുതേണ്ടത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? ടു എഴുതുമ്പോൾ ഇതിൽ നമ്മളെ ടു ആർക്കാണ് നമ്മൾ അയക്കാൻ പോകുന്നത്? ടു ദ മാനേജർ ആവാം, ടു ദ പ്രിൻസിപ്പൾ ആവാം, ടു ദ ഹെഡ് ടീച്ചർ ആവാം, ടു ദ എഡിറ്റർ ആവാം. എഡിറ്റർക്ക് ഒരു ലെറ്ററാണ് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ടു ദ എഡിറ്റർ ആവാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് എന്താ പറയുക, നമ്മൾ സല്യൂട്ടേഷൻ നമ്മളെങ്ങനെ ഫസ്റ്റ് നമ്മളെങ്ങനെ തുടങ്ങണം? ഇവിടെ നമ്മളെങ്ങനെയാണ് തുടങ്ങുക? മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പാടുമോ? മൈ ഡിയർ എന്നുള്ളത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് തുടങ്ങേണ്ടത്? റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, ഇത് ഏതെങ്കിലും വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ,
തുടങ്ങാൻ. ഈ ഒരു വേർഡ് മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടു കൂടിയ വേർഡുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു വേർഡുകളും നമ്മളിതിൽ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പറയാം. അപ്പോൾ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലെറ്റർ അയക്കുന്നത് എന്നുള്ളതിൻ്റെ വിഷയം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇവിടെ എഴുതുക. എന്ത് വിഷയത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് ഇതിനകത്ത് എഴുതുക. എന്നിട്ട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അവസാനം ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എന്ത് എഴുതണം? യുവേഴ്സ് ലവിങ്ലി എന്നാണോ എഴുതുക? ആണോ? യുവേഴ്സ് ലവിങ്ലി എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. അത് നമ്മൾ ഇൻഫോർമൽ ലെറ്ററിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതാം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നമ്മുടെ നെയിമും പിന്നെന്താണ് സിഗ്നേച്ചറും. കഴിഞ്ഞു, നമ്മുടെ ലെറ്റർ അവസാനിച്ചു. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്കും നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ തെറ്റില്ല, ഇവിടെ എഴുതിയെന്ന് വെച്ചിട്ടും തെറ്റില്ല, ഈ സൈഡിൽ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ, അല്ലെങ്കിൽ തികച്ചും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായും തീർച്ചയായും എന്താണ് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും അവരവരുടെ മനസ്സിൽ വെച്ചേക്കുക, എന്ത് ഒരു ഫോർമൽ ലെറ്റർ എഴുതാനുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് ആ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഫോർമൽ ലെറ്റർ എഴുതാൻ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഫോർമാറ്റ് തന്നെ കറക്റ്റ് ആയാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താണ് അത് കറക്റ്റായിട്ട് ഒരു 3-4 മാർക്കിനുള്ള ക്വസ്റ്റ്യന്, 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ലെറ്റർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് എഴുതുന്നുണ്ടെങ്കിൽ അത്രയും കൂടെ മാർക്ക് നിങ്ങൾക്ക് എന്താണ് അതിൽ സ്കോർ ചെയ്യാനുള്ളൊരു എളുപ്പമാർഗം കൂടെയാണ് എന്ത് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.